ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശനാണെങ്കിൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് വിടുവാട്ടോ. അപ്പോൾ അവിടെ നിന്ന് പോണ സമയത്തും പ്രകാശൻ കിരണിനോട് പറഞ്ഞത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല മോനെ എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ പ്രകാശൻ അവിടെ നേരെ പോകുന്ന അമ്പലനടയിലേക്ക് തന്നെയാണ്. അവിടെ നിന്ന് വീണ്ടും ഭിക്ഷ എടുത്ത് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കാട്ടോ പ്രകാശൻ. പക്ഷെ പ്രകാശൻ ആകെ ഒരു വിഷമം തോന്നുവാണ്. കാരണം തൻ്റെ മകളെയും കിരണിനെയും കൂടി കൊല്ലാൻ വേണ്ടി ആ രാഹുൽ നോക്കിയല്ലോ. ഒരു നേരിയ വ്യത്യാസത്തിലാണ് അവർ രക്ഷപ്പെട്ടത്. ഈ രാഹുലും സരയും കാരണം എൻ്റെ മകൾക്കും മരുമകനൊന്നും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. ആ രാഹുൽ എന്നെ എല്ലാത്തിനും കാരണം. അവനെ ഞാൻ കാണട്ടെ, വെച്ചിട്ടുണ്ട് അവന് എന്നൊക്കെ പ്രകാശം മനസ്സിൽ ഉറപ്പിക്കാട്ടോ. അതേസമയം കിരൺ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴേക്കും കല്യാണിയും ദീപയും ചോദിക്കുന്നുണ്ട്, എന്തായി അയാളെ ജയിലിൽ നിന്ന് പറഞ്ഞയച്ചോ മോനെ എന്ന്. ദീപ ചോദിക്കുമ്പോൾ അയച്ചു. അയാൾ നിരപരാധിയാണല്ലോ, ഇനി അയാൾ ജയിലിലിട്ട് കാര്യമില്ലല്ലോ. ആര് പറഞ്ഞു മോനെ അയാൾ നിരപരാധിയാണെന്ന്? മോനറിയാലോ, ആ രാഹുൽ എന്ന് പറഞ്ഞ ആളും ഈ പ്രകാശനും വിക്രവും ഒക്കെ ഒരൊറ്റ കെട്ടായിരുന്നു. ഇപ്പോഴല്ലേ നമ്മൾ വിശ്വസിക്കുന്നത് അവർ ഒറ്റ കെട്ടല്ലെന്ന്. പക്ഷെ എനിക്കിപ്പോഴും തോന്നുന്നത് രാഹുൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് പുറകിൽ പ്രകാശനും ഉണ്ടാവോന്നാണ്. അപ്പോൾ കിരൺ പറയണ്ടില്ലമ്മേ, എന്നാലും ഈ കാര്യത്തിൽ അയാൾ ഇല്ലാന്നാ തോന്നുന്നത്. വെറുതെ ഒരു നിരപരാധിനെ പിടിച്ച് അകത്തേക്ക് ഉണ്ടല്ലോ, അത് എത്ര ദുഷ്ടനാണെങ്കിലും നമ്മൾ ഒരിക്കലും ഒരാളും ദ്രോഹിക്കേണ്ട അമ്മേ എന്ന് പറയാണ്. എന്നാലും അയാൾ കുറച്ചു ദിവസം അകത്ത് കിടന്ന സമാധാനം ഉണ്ടായിരുന്നല്ലോ. അയാൾ അകത്ത് കിടന്നിട്ട് എന്താമേ കാര്യം? ആ രാഹുൽ പുറത്തല്ല നിൽക്കുന്നത്, അയാളാണല്ലോ ഇത് ചെയ്തത്. എന്തായാലും അയാൾക്കുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് കിരൺ പറയുമ്പോൾ കല്യാണി പറയണ്ട, വേണ്ട കിരണേട്ടാ, ഇനി ഇതിന്റെ പുറകിലൊന്നും പോകണ്ട. എന്തായാലും അച്ഛനോട് കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനി അച്ഛന്റെ ഗുണ്ടകൾ എന്താ ചെയ്തോളും എന്ന് പറയാണ്. ശേഷം നമ്മുടെ രാഹുലാണെന്നുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വരുവാട്ടോ. ആ സമയത്ത് ഷാരി പറയണ്ട, മനുഷ്യ നിങ്ങൾ എന്തായാലും വന്നോ, നിങ്ങൾ വന്നപ്പോൾ എനിക്ക് സമാധാനമായത്. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ എത്ര ദുഷ്ടാണെങ്കിലും വീട്ടിലുണ്ടാകുമ്പോൾ ഒരു സമാധാനമായിരുന്നു. നിങ്ങൾ പോയപ്പോൾ ഇവിടെ ആകെയാണ് ഒറ്റപ്പെട്ട അവസ്ഥയിലായിപ്പോയി. മോൾക്കാണെങ്കിൽ ഇപ്പോൾ എന്നെ കണ്ണെടുത്താൽ കണ്ടൂടാ എന്ന് ഷാരി പറയുമ്പോൾ രാഹുൽ പറയണ്ട്, അതെനിക്ക് നന്നായിട്ട് അറിയാലോ, അതുകൊണ്ടാണല്ലോ ഞാൻ നീ വിളിച്ചപ്പോൾ തന്നെ തിരിച്ചു വന്നത്. അപ്പൊ സരിയോ വരുന്നുണ്ട്, ആഹാ അച്ഛൻ വന്നോ എന്ന് ചോദിക്കാണ്. പിന്നെ വരാതിരിക്കാൻ പറ്റുമോ മോളെ, നീ എൻ്റെ മോളല്ലേ. അന്ന് ഞാൻ ആ ദേഷ്യത്തിൽ അച്ഛനടുത്ത് ഇറങ്ങിപ്പോനൊക്കെ പറഞ്ഞെങ്കിലോ പിന്നീട് എനിക്കും ആ വിഷമമായി. അച്ഛനെ വിളിച്ച് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അമ്മയുടെ ഈ കാര്യം പറഞ്ഞത്. എന്തായാലും അച്ഛൻ ഇനി അങ്ങനെ മനുവേട്ടിനെ കുറിച്ച് ഓരോന്ന് പറയരുത് കേട്ടോ അച്ഛാ, എനിക്കത് സഹിക്കാൻ പറ്റില്ല. മനുവേട്ടിനെ കുറിച്ച് ആര് പറഞ്ഞാലും എനിക്ക് സഹിക്കില്ല, അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത്. എന്തായാലും ഞാൻ ഇനി അച്ഛനോട് അങ്ങനെ പെരുമാറില്ല. അച്ഛൻ അങ്ങനെയൊക്കെ പെരുമാറി സോറി കേട്ടോ എന്നൊക്കെ സരിയോ പറയുന്നുണ്ട്. ശരി മോളെ, സാരമൊന്നുമില്ല, ശരിയാ, ഞാൻ നിന്റെ ഇനി മനുവേട്ടിനെ ഒന്നും പറയുന്നില്ല എന്നൊക്കെ രാഹുൽ പറയാണ്. ശേഷം രാഹുൽ നേരെ മുകളിലേക്ക് പോകേണ്ട തൊട്ട് പിന്നെ ഷാരിയും കൂടി പോകുന്നു കേട്ടോ. അല്ല മനുഷ്യ, നിങ്ങൾ എന്തോ ഒരു ഉദ്ദേശത്തിലാണല്ലോ ഇവിടെ വന്നിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ അതേടി, ഞാൻ നല്ല ഉദ്ദേശത്തിൽ തന്നെ വന്നിരിക്കണത്. ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് ആ കിരണിനെയും കല്യാണിനെയും ഇല്ലാതാക്കും. നിനക്കറിയാവോ, ഞാൻ ഇന്നലെ അവിടെ വണ്ടിയുടെ ബ്രേക്ക് അഴിച്ചുവിടാൻ വേണ്ടി 2 ഗുണ്ടകളെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചായിരുന്നു. എന്നിട്ട് എന്തായി എന്ന് ഷാരി ചോദിക്കുമ്പോൾ എന്താകാൻ, ഗുണ്ടകളെ ബ്രേക്ക് കഴിച്ചിട്ടു. ആ സമയത്ത് ആ പ്രകാശൻ ആ വരാന്ത കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. പ്രകാശനോ? ഒന്നും പറയണ്ട, അവനിപ്പോ സ്വന്തം മകളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനാണല്ലോ. അതുകൊണ്ട് മകളെ കാണാൻ രാത്രി തോന്നിട്ട് വരാന്തേ വന്ന് കിടക്കുമായിരുന്നു. ആ ഗുണ്ടകൾ വന്നു ബ്രേക്ക് കഴിച്ചിട്ട് രാവിലെ കിരണും കല്യാണിയും ഓഫീസിലേക്ക് പോയപ്പോൾ ബ്രേക്ക് ഉണ്ടായില്ല വണ്ടിക്ക്. പക്ഷെ അവിടെ വണ്ടി കൊണ്ട് ഇടിച്ചിട്ടത് ഒരു മൺകൂരയിലായിരുന്നു. അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. എത്ര നമ്മളെ കൊലപ്പെടുത്താൻ നോക്കിയാലും ഈ കാലൻ ഇവരുടെ അടുത്തേക്ക് വരത്തേയില്ല രാഹുലേട്ട എന്ന് ഷാരി പറഞ്ഞു. അതേടി, പക്ഷേ ഇനി എന്തെല്ലാം ഗുണ്ടകളെന്ന് വെക്കാൻ പോകണില്ല. ഇനി ഞാൻ നേർക്ക് നേരെയാണ് ആ കല്യാണി ഞാൻ ആദ്യം ഇല്ലാതാക്കും. അതിന് ഈ തോക്ക് നീ കണ്ടില്ലേ, ഈ തോക്കി നിറച്ചും ബുള്ളറ്റ്സ് ഉണ്ട്. ഇതിൽ ഒരു ബുള്ളറ്റ് ആ കല്യാണിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ചന്ദ്രസേന, പിന്നെ എന്നെ ചതിച്ച എൻ്റെ അനിയത്തി ഉണ്ടല്ലോ അവക്ക്, അങ്ങനെ ഓരോരുത്തർക്ക് വേണ്ടി എണ്ണി വെച്ചേക്കണ ബുള്ളറ്റ്സ് ആണിത് എന്ന് പറയണം. ശേഷം നമ്മുടെ ഷാരി ചോദിക്കണ്ടല്ല, ഈ പ്രകാശൻ നന്നായെന്ന് പറഞ്ഞത് ശരിയാണോ മനുഷ്യ? ആയിരിക്കും, അവൻ ഇന്നലെ എന്തോ ജയിലിലായിട്ട് അപ്പോഴാണ് കിരണിന് തോന്നുന്നത് CCTV എടുത്ത് നോക്കാനായിട്ട്. അങ്ങനെ CCTV എടുത്ത് നോക്കിയപ്പോൾ 2 ഗുണ്ടകൾ അവൻ കണ്ടു. അവരെ 2 കൈയോടെ പിടിച്ചും ചെയ്തു. അവരെന്റെ പേരും പറഞ്ഞൂടെ. അപ്പൊ നിങ്ങൾ അന്വേഷിച്ച അവൻ ഇങ്ങോട്ടേക്ക് വരില്ലേ? ഞാനിവിടെ വന്ന കാര്യം അവരറിഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഇരുന്നോളാം. ആ കല്യാണി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് അവളെ ഷൂട്ട് ചെയ്യും എന്ന് രാഹുൽ പറയാണ്. എന്തായാലും കുഴപ്പമില്ല, നമ്മുടെ ജീവിതം എന്തായാലും തകർന്നു. ഒന്നില്ലെങ്കിൽ അവരെ നശിപ്പിച്ച് നമുക്ക് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് മാന്യോ മര്യാദയൊക്കെ എവിടെയെങ്കിലും നാട്ടിൽ പോയി ജീവിക്കാം എന്ന് ഷാരി പറയുമ്പോൾ രാഹുൽ പറഞ്ഞില്ലടി, നമ്മുടെ കൈ പൈസ ഇല്ലാണ്ട് നമ്മൾ ഏത് നാട്ടിൽ പോയി എങ്ങനെ ജീവിക്കാനാ? മനുഷ്യ തണ്ടും തടിയില്ലേ, പണിയെടുത്ത് ജീവിച്ചൂടെ? ഷാരി, എന്നെ ചതിച്ചവർക്കൊക്കെ എനിക്ക് പണി കൊടുത്തേ പറ്റൂ. നീ കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്ക്, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എല്ലാം ചെയ്തോളാം എന്ന് രാഹുൽ പറയാണ്.
അങ്ങനെ രാഹുല് അവിടെ ഇരുന്ന് കൊണ്ട് കല്യാണിക്ക് മെസ്സേജ് അയക്കാട്ടോ. കല്യാണിക്ക് ഒരു മരണ വാറന്റ് അയക്കുവാണ്. ഈ മാസം 18-ാം തീയതി കല്യാണി കൊല ചെയ്യപ്പെടുമെന്നുള്ളൊരു മെസ്സേജ് ഒരു അൺനോൺ നമ്പറിൽ രാഹുൽ അയക്കാട്ടോ. രാവിലെ തന്നെ ഈ മെസ്സേജ് കല്യാണിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ കല്യാണി മെസ്സേജ് കിരണിനെ കാണിക്കുന്നുണ്ട്. കിരൺ പറയുന്നുണ്ട്, ഇത് ആരാണ് കല്യാണി ഈ മെസ്സേജ് അയച്ചതെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല കിരണേട്ടാ, മെസ്സേജ് കണ്ടിട്ട് ആ വിക്രമോ ഗംഗപ്രസാദോ വല്ലതും ആണോ? ജയിലിൽ അവിടേക്കെല്ലാം ഫോണും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. പിന്നെ ജയിലിലെ ആൾക്കാരെല്ലാം പോലീസുകാരെല്ലാം നമ്മുടെ അച്ഛൻ്റെ ആൾക്കാരാണല്ലോ. അപ്പൊ അവരെന്ത് ചെയ്താലും ഇവർ നമ്മൾ അറിയുമല്ലോ. പിന്നെ ഇത് ആരായിരിക്കും മെസ്സേജ് അയച്ചത്? അവളായിരിക്കും, ആ സരയു എന്ന് കല്യാണി പറയാണ്. അതെ അതെ അതെ, ഒന്നില്ലെങ്കിൽ അവള് അല്ലെങ്കിൽ അവളുടെ അച്ഛൻ ആയിരിക്കും. ഇവർ രണ്ടേലും ആരെങ്കിലും തന്നെ ആയിരിക്കും. എന്തായാലും 18-ാം തീയതി നിനക്ക് മരണ വാറന്റ് തന്നതല്ലേ, 18-ാം തീയതി അയാളായിരിക്കും മരിക്കണത്, ആ രാഹുൽ എന്ന് പറഞ്ഞ ആള്. അല്ലെങ്കിൽ അവളുടെ പ്രിയപ്പെട്ട ഭർത്താവ് ആരെങ്കിലും ഒരാൾ ഇല്ലാതാവും. കുറേയായി സഹിക്കണത് കല്യാണി. നമ്മൾ ഇനിയിപ്പോൾ നല്ലതായിട്ട് എന്നിട്ട് കാര്യമൊന്നുമില്ല. അവരെങ്ങനെയാണ് നമ്മളെ ദ്രോഹിക്കണത് ആ രീതി നമ്മളും ദ്രോഹിക്കണം എന്നൊക്കെ പറയാണ്. ശേഷം പ്രകാശൻ വിചാരിക്കുകയാണ്, എന്തായാലും രാഹുലിനൊന്ന് കണ്ടു കളയാൻ. അവനെന്തായാലും എൻ്റെ മോളെ കൊല്ലാൻ വേണ്ടി നടക്കുവാണല്ലോ, അവനെ ഒന്ന് സംസാരിച്ച് നോക്കാം എന്ന് പ്രകാശൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ പ്രകാശൻ രാഹുലിനെ കാണാൻ വേണ്ടി സരയുവിൻ്റെ ഷാരിയുടെ അടുത്തേക്ക് വരുന്നു കേട്ടോ. അപ്പൊ പ്രകാശനല്ലേ, രാഹുലിനെ കണ്ടാൽ കുഴപ്പമൊന്നുമില്ലെന്ന് വെച്ചിട്ട് ഷാരി പറയണ്ട, രാഹുലിന്റെ മുകളിലുണ്ട്, പോയി കണ്ടോളാൻ വേണ്ടി പറയാണ്. അങ്ങനെ രാഹുലിന്റെ റൂമിലേക്ക് പ്രകാശൻ പോകുന്നുണ്ട്. എടാ പ്രകാശ, നീ എത്തിയോ? എടാ ഞാൻ കിണ്ണിയും കല്യാണിനെയും ഇല്ലാതാക്കാൻ നല്ല അടിപൊളി പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എടാ ഞാൻ എല്ലാം അറിഞ്ഞു. എന്തിനാടാ നീ എൻ്റെ മോൾ ഇല്ലാതാക്കണത്? നീ ഇപ്പൊ മകളെ സ്നേഹിക്കുന്ന നല്ലൊരു അച്ഛനായെന്ന് പറഞ്ഞ സത്യം തന്നെയാണോ? അപ്പൊ എടാ ഞാൻ എൻ്റെ മോൾക്കും ഇപ്പൊ എൻ്റെ മക്കൾക്ക് വേണ്ടി പെൺമക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കണത്. അവരുടെ മേത്തൊരു പൊടി വീഴുന്ന എന്നെ സമ്മതിക്കടാ രാഹുല്. നീ വേണമെങ്കിൽ എന്നെ കൊന്നോ, പക്ഷെ എൻ്റെ മക്കളൊന്നും ചെയ്യലേടാ. എടാ കല്യാണിയാ എൻ്റെ മോളുടെ ജീവിതം നശിപ്പിച്ചത്. എൻ്റെ മോളെ എങ്ങനെയാടാ നിന്റെ മോളുടെ ജീവിതം നശിപ്പിച്ചത്? എൻ്റെ മോളെ കണ്ടിഷ്ടപ്പെട്ടത് കിരണാണ്. കിരൺ അതിന് ശേഷം എൻ്റെ മോളെ കല്യാണം കഴിച്ചു ചെയ്തു. നിന്റെ മോളെ അവനെ ഇഷ്ടേ അല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് എൻ്റെ മോളെ വിവാഹം കഴിച്ചു, അവര് സ്നേഹിച്ച് വിവാഹം കഴിച്ചു. അത് നിനക്കെന്താ പ്രശ്നം? എടാ നിന്റെ മോളെ എൻ്റെ മരുമകനെ വലവീഴ്ച പിടിച്ചതാണ്. എടാ നീ വെറുതെ വൃത്തികേട് പറയത്. നിന്റെ മോളെ ആർക്കാടെ ഇഷ്ടമാവാ? അവളുടെ സ്വഭാവം ഉണ്ടായിരുന്നു ഉദ്ദേശിച്ചത്. അവളുടെ സ്വഭാവത്തിന് ഏതെങ്കിലും നല്ല പയ്യന്മാര് വരോടാ? പിന്നെ വരും ഈ മനുവിനെ പോലത്തെ വില ഉടായ്പ പയ്യന്മാര്. എടാ എന്തായാലും നിന്റെ മോളുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയാലും ഇനി ആ മനുവായിട്ടുള്ള ബന്ധമൊക്കെ ഉപേക്ഷിച്ചിട്ട് നീ നിന്റെ മകളും ഭാര്യയൊക്കെ ഇട്ട് സുഖമായിട്ട് ജീവിക്കാൻ നോക്കണ എന്ന് പറയുമ്പോഴേക്കും പ്രകാശന്റെ മുമ്പിലേക്ക് ആ തോക്കെടുത്ത് കാണിക്കാണ് രാഹുൽ. ഇത് കണ്ടില്ലേ, ഈ തോക്കിനെ എന്തെങ്കിലും സൂക്ഷിച്ചു വെച്ചേക്കണം അറിയാവോ? ഒന്ന് നിന്റെ മകളുടെ നെഞ്ച് കേറ്റാൻ വേണ്ടിയിട്ട് എന്ന് രാഹുൽ പറയുമ്പോ പ്രകാശനാണെങ്കിൽ ആകെ ദേഷ്യം വരും കേട്ടോ. രാഹുല് വേണ്ട, ഞാൻ ഇത്ര നേരം ഇതിന്റെ മര്യാദക്കാ പറഞ്ഞത്. നമ്മൾ തമ്മിൽ ഒരുപാട് കാലം ഒരുമിച്ച് നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തതാണ്. പക്ഷെ എന്തായാലും ഇനി വേണ്ട രാഹുലെ, ഞാൻ പറഞ്ഞല്ലോ, നീ വേണമെങ്കിൽ എന്നെ കൊന്നു, പക്ഷെ എൻ്റെ മോളെ കൊല്ലാൻ നിൽക്കണ്ട. അഥവാ നീ അതിനു വേണ്ടി ശ്രമിച്ചാ നീ എന്തു ചെയ്യും? നീ ഒറ്റക്കാലം കൊണ്ട് എന്നെ എന്തു ചെയ്യോടാ? എടാ ഈ ഒറ്റക്കാലം കൊണ്ട് എനിക്ക് പലതും ചെയ്യാൻ സാധിക്കും, നിനക്ക് കാണണോടാ എന്ന് പ്രകാശനും ചോദിക്കാണ്. എങ്കിലും കാണാം എന്ന് രാഹുലും പറയണ്ടേ. എന്തായാലും പ്രകാശനും രാഹുലും നല്ല രീതിയിൽ അവിടെ സ്റ്റണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ പ്രകാശനാണോ രാഹുലാണോ ജയിക്കണേന്നുള്ളത് നമുക്ക് അടുത്ത ആഴ്ച അറിയാം, ഇനി വരുന്ന ആഴ്ച അറിയാൻ പറ്റുള്ളൂ. എന്തായാലും കല്യാണിക്ക് വേണ്ടി മരിക്കാനും തയ്യാറായിരിക്കുന്ന പ്രകാശൻ വേണമെങ്കിൽ രാഹുലിനെ ഇല്ലാതാക്കാനും വേണ്ടി തയ്യാറാകും. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.